നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ 6ാം ദിവസവും ശക്തമായി തുടരുകയാണ്. അതേസമയം ഖത്തറിലേക്ക് ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പ്രത്യാഘാതവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് 2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന ഇടപെട്ടെന്ന പുതിയ ആരോപണവുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഇതിനിടെ രാജ്യത്ത് E20 പെട്രോളിന്റെ വ്യാപനത്തോടെ എഥനോൾ ഉൽപ്പാദനത്തിലും വൻ വർധനവ് രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം കനക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ആധിപത്യം ഉറപ്പിക്കാൻ തുടർച്ചയായ 6ാം രാത്രിയും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ US ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിച്ചു. തന്ത്രപ്രധാന ദ്വീപായ ഖുഷീം, ബന്ദർ അബ്ബാസ് എന്നിവയ്ക്ക് പുറമെ ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുറേഷിയിലും US മിസൈലുകൾ പതിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിലെ പ്രവിശ്യയിലെ 2 പ്രധാന പാലങ്ങളും US ആക്രമണത്തിൽ തകർന്നു. ഇതിൽ ബന്ദർ അബ്ബാസിന് പടിഞ്ഞാറുള്ള ഒരു പാലം തകർന്നതായി BBC സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖത്തറിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിക്കുന്നതിനിടെ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ സുരക്ഷാ അതോറിറ്റികളും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും ഫീൽഡ് തലത്തിൽ ആവശ്യമായ എല്ലാ അടിയന്തര നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. യാതൊരു കാരണവശാലും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കരുത്. നിയമം ലംഘിക്കുന്നവർ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. 2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ ലംഘനത്തിലൂടെ ചൈന നിയമവിരുദ്ധമായി 22 കോടി അമേരിക്കൻ വോട്ടർമാരുടെ വിവരങ്ങൾ കൈക്കലാക്കിയെന്നാണ് ട്രംപിന്റെ ആരോപണം. 2020 തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടത് ഈ കാരണത്താലാണെന്നും വൈറ്റ് ഹൗസിൽ നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ വെളിപ്പെടുത്തുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ താൻ ഉടൻ പരസ്യപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. നിലവിലെ വോട്ടിംഗ് സംവിധാനം അഴിമതിക്കും ഹാക്കിങ്ങിനും സാധ്യതയുള്ളതാണെന്നും വോട്ടിംഗ് രീതികളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വോട്ടർമാരുടെ പൗരത്വത്തിൻ്റെ തെളിവ് നിർബന്ധമാക്കുന്ന സേവ് ആക്ട് നിയമം ആക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. E20 പെട്രോളിന്റെ വരവോടെ രാജ്യത്ത് എഥനോൾ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. 2016 45 കോടി ലിറ്റർ എഥനോളായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 2025 ഇത് 970 കോടി ലിറ്ററായി ഉയർന്നിട്ടുണ്ട്. 2025 ജൂൺ 30 വരെയുള്ള കേന്ദ്ര പൊതുവിതരണ വകുപ്പിൻ്റെയും ഓൾ ഇന്ത്യ ഡിസ്റ്റിലറീസ് അസോസിയേഷൻ്റെയും കണക്കുപ്രകാരം രാജ്യത്ത് 500ഓളം ഡിസ്റ്റിലറികളിലായി 1822 കോടി ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. എന്നാൽ ആഭ്യന്തര ഉൽപ്പാദനത്തിലുണ്ടായ വർധന എഥനോളിൻ്റെ ഇറക്കുമതി കുറയ്ക്കുന്നതിൽ വളരെ കുറഞ്ഞ സ്വാധീനമേ ചെലുത്തിയിട്ടുള്ളൂ. ഇന്ത്യയുടെ എഥനോൾ ഇന്ധന വ്യാപാര കമ്പനി 2018-19 സാമ്പത്തിക വർഷം $28 കോടി ആയിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇത് $45.9 കോടി വർദ്ധിച്ചു. 2025-26 സാമ്പത്തിക വർഷം $40.3 കോടി നേരിയ തോതിൽ കുറയുകയും ചെയ്തു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യ ഭൂരിഭാഗം എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് US നിന്നാണ്. SBTക്ക് പിന്നാലെ കേരളം ആസ്ഥാനമായ മറ്റൊരു ബാങ്ക് കൂടി ഓർമ്മയായേക്കും. തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CSB ബാങ്കാണ് ഓർമ്മയിലേക്ക് മറയാൻ ഒരുങ്ങുന്നത്. CSB ബാങ്കിൻ്റെ പ്രൊമോട്ടർമാരായ ഫെയർഫാക്സ് IDBI ബാങ്കിൻ്റെ ഓഹരി വാങ്ങുന്നതോടെയാണ് CSBയും ഓർമ്മയാകുക. IDBI ബാങ്കിൻ്റെ ഓഹരികൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റും
പ്രേം വാസ്തയുടെ ഫെയർഫാക്സും തമ്മിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഓഹരി ഒന്നിന് 77 രൂപ നൽകി IDBI ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏകദേശം 50,000 കോടിയാണ് ഫെയർഫാക്സ് IDBIയിൽ നിക്ഷേപിക്കുക. ബാങ്കിലെ ഓഹരി ഉടമകളായ കേന്ദ്ര സർക്കാരിനും LICക്കും 25,000 കോടി വീതം ലഭിക്കും. കഴിഞ്ഞ ദിവസം 85 രൂപയിലാണ് IDBI ബാങ്ക് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിന്റെ ദൈർഘ്യം കൂടുന്നു. പലതവണയായി കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു. വൈദ്യുതി ആവശ്യകതയിൽ 500 മെഗാവാട്ടിന്റെ വർധനവാണ് ഉണ്ടായത്. മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഹ്രസ്വകാല കരാർ വഴി വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വൈദ്യുതി ഉടൻ ലഭിക്കില്ല. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതിനാലും വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാലുമാണ് നിയന്ത്രണം വേണ്ടിവരുന്നത്. വാഹനാപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1.5 ലക്ഷം രൂപ ചികിത്സാ ചെലവ് ഉടൻ അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതിയായ PM രാഹത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. അപകട വിവരങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കേന്ദ്ര പോർട്ടലിലേക്ക് ഓൺലൈനായി നൽകണം. FIR ഇടണം. ചെറിയ പരിക്കാണെങ്കിൽ കേസെടുക്കാൻ 48 മണിക്കൂർ സാവകാശം ലഭിക്കും. ഇതിനുള്ള സംവിധാനം ആശുപത്രികളിൽ ഒരുക്കണം. ചെലവ് ഗതാഗത വകുപ്പ് വഹിക്കും. പരിക്കേറ്റ ഒരാൾക്ക് ചികിത്സാ സഹായം ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളെയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലുണ്ടതായി മന്ത്രി അറിയിച്ചു. ജൂൺ 1 ശേഷം സംസ്ഥാനത്ത് വൈറൽ പനി, ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്തേക്കാൾ 19% വർധന. കഴിഞ്ഞ വർഷം ജൂൺ 1 മുതൽ ജൂലൈ 15 വരെയുള്ള കാലയളവിനെ അപേക്ഷിച്ച് ഇത്തവണ വൈറൽ പനിക്ക് ചികിത്സ തേടിയവരുടെ എണ്ണത്തിലാണ് വർധന. ഡെങ്കിപ്പനി കേസുകൾ 20%, അതിസാരം 38% വർദ്ധിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 2025 ജൂൺ 1 മുതൽ ജൂലൈ 15 വരെ 4,226,000 പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. 2026 ഇത് 4,78,928 ഉയർന്നു. മരണസംഖ്യ 2 വർഷം 9 വീതമാണ്. കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങളിലും വർധനവുണ്ട്. അതിസാര കേസുകൾ 90,379 നിന്നും 1,24,833 ഇൻഫ്ലുവൻസ കഴിഞ്ഞ വർഷം 1,059 കേസുകളായിരുന്നത് ഇത്തവണ 3,310 ഷിഗല്ല 24 നിന്നും 285 കുതിച്ചു. എലിപ്പനിയും ഹെപ്പറ്റൈറ്റിസ് എയിലും ആശ്വാസകരമായ പ്രവണതയാണ്. എലിപ്പനി കേസുകളും ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ കുറഞ്ഞു. ജൂൺ മുതൽ വൈറൽ പനികളും കൊതുകുജന്യ രോഗങ്ങളും ജലജന്യ രോഗങ്ങളും ഉയരുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.